യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചോദിക്കും പ്രവാചകരെ. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഖുൽ നിങ്ങൾ പറയണം, റൂഹ് റൂഹ് എന്നത് മിൻ അംരി റബ്ബി എൻ്റെ റബ്ബിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റൂഹ് മഖ്ലൂഖാണ്, അതൊരു സംശയമില്ല. പക്ഷെ അതിൻ്റെ നിലനിൽപ്പ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി സ്ഥിരമാകുക എന്നതാണ്, തീരെ ഇല്ലാതാകുക എന്നതല്ല എന്ന്. ശരീരം റൂഹിനെ സന്നിവേശിപ്പിക്കാനുള്ളൊരു പേടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് 4 മേഖലകൾ അവന്റെ ജീവിത യാത്രക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, മനാസിലുകൾ. അതിൽ ഒന്നാമത്തത് ആലമുൽ അർവാഹ് തൊട്ട് ആലമുൽ അർഹാം, ഉമ്മാന്റെ ഗർഭാശയം വരെ നീണ്ടുകിടക്കുന്ന ഒരു ലോകമാണ്. ആദം ഹവ്വ ദമ്പതിമാർക്ക് 1-ാം ഘട്ടം ആകാശലോകത്ത് കഴിഞ്ഞുപോയി. മാതാവിന്റെ ഗർഭാശയത്തിന്റെ സ്ഥാനത്ത് അവർക്ക് 2 പേർക്കും ആകാശമാണ്. ആദം ഹവ്വ ദമ്പതിമാരുടെ കാലം അതാണ് 1-ാം ഘട്ടം. ബാക്കി ആദം ഹവ്വ ദമ്പതിമാരുടെ മക്കൾ ബനു ആദം, അവർക്കുള്ള 1-ാം ഘട്ടം മാതാവിന്റെ ഗർഭാശയമാണ്. മാതാവിന്റെ ഗർഭാശയം റൂഹിനെ സന്നിവേശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ നിർമ്മാണവും ആ ശരീരത്തിൽ കൃത്യസമയത്ത് റൂഹിനെ സന്നിവേശിപ്പിക്കലും നടക്കുന്നു. അത് 1-ാമത്തെ ലോകമാണ്, ആലമുൽ അർഹാം. മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം ഘട്ടമാണ്. നാം ജനനം എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? 1-ാം ഘട്ടത്തെ സംബന്ധിച്ചാണോ 2-ാം ഘട്ടത്തെ സംബന്ധിച്ചാണോ? ജനനം. ജനനം, മരണം, ബർസഖ്, ആഖിറ. ജനനം എന്നത് 1-ാം ഘട്ടം അവസാനിച്ച് 2-ാം ഘട്ടത്തിൽ പ്രവേശിക്കുക എന്നതാണ് ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതം തുടങ്ങുക എന്നല്ല ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ ഘട്ടം ആരംഭിക്കുക എന്നതാണ് ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1-ാം ഘട്ടം അർഹാമിന്റെ ലോകത്ത് കഴിഞ്ഞുപോയി.